വീട്ടിലേക്ക് ചെന്നതും എല്ലാവരും ഒരു പ്രത്യേക പരിഗണനയോടെയാണ് തന്നെ നോക്കിയിരുന്നത് എന്ന് സോനയ്ക്ക് തോന്നിയിരുന്നു. അമ്മ പോലും കർക്കശ സ്വഭാവം മാറ്റിവെച്ചാണ് ഇടപെടുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് സേറെ പിറകെയുണ്ട്. സോഫി ചേച്ചി അരമണിക്കൂർ ഇടവിട്ട് വിളിക്കുന്നുണ്ട്. സത്യത്തിൽ അവൾക്ക് ചിരിയാണ് വന്നത്. എല്ലാവർക്കും പേടിയാണ് താൻ വീണ്ടും ഒരു ഭ്രാന്തിയായി മാറുമോ എന്ന്. ഒരിക്കൽ തനിക്ക് മുദ്ര കുത്തപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഈ ഭ്രാന്ത്. അതുകൊണ്ട് ഇനി ആ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്ന ഭയമുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു. സ്വന്തം റൂമിൽ ചെന്ന് അവൾ ആദ്യം ചെയ്തത് തന്നെ മൊബൈൽ ഫോണിൽ നിന്നും സത്യയുടെ നമ്പർ ഡിലീറ്റ് ചെയ്യുകയാണ്. ഒരിക്കലും തൻ്റെ മനസ്സിൽ നിന്നും ആ നമ്പർ തനിക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും വീണ്ടും ഒരു ഓർമ്മയായി അവശേഷിക്കേണ്ട എന്ന് അവൾക്ക് തോന്നി. ഇനി അമ്മയെ വേദനിപ്പിക്കാൻ വയ്യ. സത്യയുടെ ഓർമ്മകൾക്ക് എന്നും തൻ്റെ മനസ്സിൽ നല്ല തിളക്കമാണ്. അങ്ങനെ മതി. ഓർമ്മയുടെ ഒരു ചില്ലുകൂട്ടിൽ അത് സുരക്ഷിതമാണ്. മായാതെ മറയാതെ തൻ്റെ മനസ്സിലുണ്ടാകും അതെന്നും. അങ്ങനെ തന്നെ മതി. പിന്നീട് എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അവൾ ഡിലീറ്റ് ചെയ്തു. അല്ലെങ്കിലും ഇനി തനിക്ക് ആരോടും സംസാരിക്കാനുള്ളത് സുഹൃത്തുക്കൾ എന്ന് പറയാൻ പോലും അധികം ആരും ഉണ്ടായിട്ടില്ല. എല്ലാം ഉപയോഗിച്ചത് അവന് വേണ്ടിയായിരുന്നു. അവനോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അവൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടിയായിരുന്നു ഫേസ്ബുക്കിൽ കയറിയിരുന്നത്. അല്ലാതെ തനിക്കൊരു സുഹൃത്ത് വലയവും അവിടെയില്ല. തൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളെല്ലാം അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവനോടൊപ്പമുള്ള ജീവിതം, അവൻ്റെ കുട്ടികൾ, അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ടു. ഇനി അവനില്ല എന്ന യാഥാർത്ഥ്യം താൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്നും എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലും തനിക്കുണ്ടായില്ല. അത്രയും ഒരു നിർഭാഗ്യവതിയായി പോയി താൻ. ആത്മാർത്ഥമായ ഹൃദയം കൊണ്ട് സ്നേഹിച്ചൊരു പുരുഷനെ അവസാന നിമിഷം ഒന്ന് കാണാൻ പോലും കഴിയാതെ ഭ്രാന്തിയായി കഴിയേണ്ടി വന്ന തൻ്റെ അവസ്ഥയേക്കാൾ മോശമായൊരവസ്ഥയും ഈ ലോകത്തിൽ ഒരു പെണ്ണിനും ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകില്ലെന്ന് പോലും ആ നിമിഷം സോനയ്ക്ക് തോന്നി. ഇനി തൻ്റെ പ്രഭാതങ്ങളിൽ സത്യയില്ല. ആ ചിന്ത തൻ്റെ മനസ്സിനെ തളർത്തുവാണെങ്കിലും ആ യാഥാർത്ഥ്യവുമായി താൻ പൊരുത്തപ്പെട്ട് കഴിയൂ. ഡോക്ടർ പറഞ്ഞതുപോലെ തൻ്റെ അമ്മ തനിക്ക് വേണ്ടി ഒരുപാട് വേദനിച്ചു. തന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്. അവരെ ഇനി ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. കുറച്ചും കൂടി താൻ ചിന്തിച്ചേ പറ്റൂ. മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും സത്യം ഇരുന്നോട്ടെ. അത് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ ഭംഗിയായി അഭിനയിക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ചിന്തകൾ കാട് കയറുമ്പോൾ വീണ്ടും സത്യയുടെ ഓർമ്മകൾ മനസ്സിലൊരു വിങ്ങലാവുകയാണ്. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും തെളിമയോടെ അവൻ്റെ ചിരിച്ച മുഖം മനസ്സിൽ തെളിയുകയാണ്. ചിന്തകൾക്ക് വിരാമം വിട്ടുകൊണ്ട് സോന പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. അല്ലെങ്കിലും വേദനകൾ വരുമ്പോൾ ദൈവത്തേക്കാൾ പറ്റിയ കൂട്ടുമറ്റാരുമില്ലല്ലോ. എല്ലാവരും വേദനകൾ വരുമ്പോൾ മാത്രമാണ് അവിടെ എത്തുന്നതെന്ന് മാത്രം. ബൈബിൾ തുറന്ന് ആദ്യം കണ്ട വചനഭാഗത്തിലേക്ക് തന്നെ നോക്കി. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. കലങ്ങി മറിഞ്ഞ മനസ്സിനൊരു ആശ്വാസമായിരുന്നു ആ വചനം. വീണ്ടും കുറച്ചു നേരം അവിടെ ഇരുന്നു. കൊന്ത ചൊല്ലുകയോ പ്രാർത്ഥിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. പക്ഷെ മനസ്സ് മാറുന്നില്ല, മായുന്നില്ല. ചിന്തകൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഉണർന്ന് അടുക്കളയിൽ ചെന്ന് അമ്മയോടൊപ്പം സഹായിക്കാൻ കൂടി. അത് കണ്ടത് അവരുടെ മനസ്സിലെ ചിന്ത എന്തായിരിക്കുമെന്ന് ആ നിമിഷം ഊഹിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ചോദ്യങ്ങൾക്കൊന്നും ഇട കൊടുക്കാതെ ഓരോ തിരക്കുകളിൽ നിന്നും മനഃപൂർവ്വം ഒഴുകുകയായിരുന്നു. ചിന്തകൾ മറക്കാൻ വേണ്ടി അമ്മ കുറച്ച് ദിവസം കൂടി അവധിയെടുത്തു. പിന്നെ അമ്മ ഓഫീസിൽ പോയി തുടങ്ങിയപ്പോഴും സാറ് കോളേജിൽ പോയി തുടങ്ങിയപ്പോഴും വീണ്ടും ഓർമ്മകൾ കൂട്ടിന് വന്നു. മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. അതിനായി ബൈബിളിനെ കൂട്ടുപിടിച്ചു. അന്ന് ഞായറാഴ്ച ആയിരുന്നതിനാൽ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്ക് വൈകുന്നേരം സോഫി ചേച്ചി വരാമെന്ന് പറഞ്ഞു. ചേച്ചിയാണെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്. മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ഒന്ന് അത്ഭുതപ്പെട്ടു പോയിരുന്നു. ജീവൻ. അറിയാതെ ചുണ്ടുകൾ മന്ത്രിച്ചു. എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ചിരിയോടെ ജീവൻ അത് ചോദിക്കുമ്പോൾ താനും ഒരു പുഞ്ചിരി കൊടുത്തിരുന്നു. അപ്പോഴേക്കും അകത്തു നിന്നും അമ്മ വന്നിരുന്നു. ആഹാ, ആരാ ഇത്? വരൂ മോനെ. മോൻ വെറുതെ ഇറങ്ങിയതാണോ? ഇതുവഴി പോയപ്പോ ഒന്ന് കയറാമെന്ന് കരുതി. കയറി വാ മോനെ. അകത്തേക്ക് കയറിയതും സാറ് ചായ ഇടാനായി. സോന എപ്പോഴും ജീവനെ കണ്ട അത്ഭുതത്തിലായിരുന്നു. ചായ കൊണ്ട് സാറ് തന്നെയാണ് കൊടുത്തത്. പെട്ടെന്ന് ആനിയുടെ ഫോൺ ബെല്ലടിച്ചു. ഇപ്പൊ വരാം മോനെ. എടുക്കാനായി ആനി പോയി. അപ്പോൾ ജീവനും സോനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോന എന്താ ഒന്നും മിണ്ടാത്തത്? മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ജീവൻ ചോദിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വരുമെന്ന്. അവള് പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. ചിരിയോട് ജീവനെന്ന് പറഞ്ഞപ്പോൾ സോനയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അപ്പോഴാണ് താനത് പറയേണ്ടിയിരുന്നില്ല എന്ന് ജീവന് തോന്നിയിരുന്നത്. ഞാനങ്ങനെ ഉദ്ദേശിച്ചല്ല. തിരിച്ച് നനഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു അവന് സോന നൽകിയത്. ഞാൻ തന്നെ കാണാൻ വേണ്ടി വന്നതാ, ഒന്ന് സംസാരിക്കാൻ. ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാകില്ല. വെറുതെ ഒരു ഡ്രൈവ്. എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരുമോ? കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ. എന്തൊക്കെയോ തന്നോട് സംസാരിക്കണമെന്നുണ്ട് എനിക്ക്. ജീവനത് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിന് മറുത്തു പറയുന്നതെന്ന അവസ്ഥയിലായിരുന്നു സോന. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടടോ. ജീവൻ തന്നെ അതിന് പരിഹാരം കണ്ടു. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാം. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് സോനയ്ക്ക് തോന്നിയത്. ആനി അപ്പോഴേക്കും ഫോൺ വിളിച്ചു കഴിഞ്ഞ് വന്നിരുന്നു. ജീവൻ വെറുതെ വന്നതാണോ? ആനി ചോദിച്ചു.
ഞാൻ വെറുതെ വന്നതല്ല, സോനിയെ ഒന്ന് കാണാനായിട്ട് വന്നതാണ്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ സോനിയെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിക്കോട്ടെ. ഒരുപാട് ദൂരമൊന്നും കൊണ്ടുപോകില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാം. ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മടുപ്പല്ലേ? ജീവൻ അങ്ങനെ പറഞ്ഞപ്പോൾ മറുത്തു പറയാൻ ആനിക്ക് തോന്നിയില്ല. ഒരുപാട് കടപ്പാടുണ്ട് അവനോട്. അതിനെന്താ മോനെ, മോൻ പറഞ്ഞത് ശരിയാ, ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മടുപ്പാകും. ആനി പറഞ്ഞു. അവസാന പ്രതീക്ഷയെ നശിച്ചതുപോലെ ഇരിക്കുകയാണ് സോന. ഇനി പോവുകയല്ലാതെ മറ്റു നിർവാഹമില്ല. സോന പെട്ടെന്ന് തന്നെ പോയി റെഡിയായി. കോട്ടൺ ചുരിദാറായിരുന്നു അവൾ ഇട്ടിരുന്നത്. മുഖത്ത് ചമയങ്ങളൊന്നുമില്ല, എങ്കിലും അവൾ സുന്ദരിയായിരുന്നുവെന്ന് അവന് തോന്നി. ജീവനൊപ്പം കാറിൽ കയറുമ്പോഴും സോന മൗനമായിരുന്നു. മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ജീവൻ തന്നെ സംസാരിക്കാൻ തുടങ്ങി. സോന, തനിക്കിപ്പോഴും സത്യം മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയുന്നൊരു ബന്ധമല്ല അത് ജീവൻ. സോന ആ പറഞ്ഞത് തനിക്കുള്ള എല്ലാ മറുപടിയും ഉണ്ടായിരുന്നുവെന്ന് ജീവന് തോന്നിയിരുന്നു. ഈ സത്യം എങ്ങനെയാണ് സോനയ്ക്ക് പരിചയം? കോളേജ് മേറ്റ് ആയിരുന്നോ? ജീവൻ ചോദിച്ചു. അല്ല. പിന്നെ? തനിക്ക് വിഷമാകില്ലെങ്കിൽ പറയാവോ? അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പപ്പ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ ഒരു കാര്യങ്ങളും കേൾക്കാൻ സമയമില്ലായിരുന്നു. ഞങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ചെറിയൊരു വട്ടുണ്ടായിരുന്നു. എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ കല്ലറയിൽ പോയി പപ്പയോട് സംസാരിക്കും. പപ്പയോട് പറയുമ്പോൾ ഒരാശ്വാസം കിട്ടും. തിരിച്ചു മറുപടി കിട്ടിയില്ലെങ്കിലും പറയുന്ന അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ പപ്പയോടായിരുന്നു പറയുന്നത്. ഒരിക്കൽ 8ൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ വെച്ച് ടീച്ചർ എന്നെ പുറത്തു നിർത്തി. ഒരു ഇക്വേഷൻ ഞാൻ കുറേ പ്രാവശ്യമായിട്ടും പഠിച്ചില്ല. എത്ര പഠിച്ചു നോക്കിയിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല. കുറേ ദിവസമായി ഇനി അത് കാണാതെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന് ടീച്ചർ പറഞ്ഞു. ആ പ്രായത്തിൽ അതൊരു വലിയ നാണക്കേട് തന്നെയായിരുന്നു. ഭയങ്കര സങ്കടം തോന്നി. കരഞ്ഞുകൊണ്ടാണെന്ന് പപ്പയോട് കാര്യം പറഞ്ഞത്. എന്തു ചെയ്യും പപ്പ? വെറുതെ ചോദിച്ചു. ഒരിക്കലും മറുപടി കിട്ടില്ലെന്നറിയാം, എങ്കിലും വെറുതെ. പിറ്റേന്ന് ഞാൻ പപ്പയെ കാണാൻ വേണ്ടി വന്നപ്പോൾ കല്ലറയിൽ ഒരു കത്തുണ്ടായിരുന്നു. ആ ഇക്വേഷൻ പഠിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിരുന്നു അതിൽ. അതിന് താഴെ എന്ന് പപ്പ എന്നും. അതുപോലെ തന്നെ ഞാൻ പിന്നീട് വീണ്ടും പഠിക്കാൻ തുടങ്ങി. അതോടെ അതെനിക്ക് മനസ്സിലിരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ടീച്ചറെ പറഞ്ഞ് കേൾപ്പിച്ചു. ടീച്ചർ അഭിനന്ദിച്ചു. അന്ന് തന്നെ സന്തോഷത്തോടെ പപ്പയോട് പറഞ്ഞു. പിറ്റേന്ന് വീണ്ടും ഒരു കത്ത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളാൻ. അത് പപ്പ എഴുതിയതാണെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന് ആ 8ാം ക്ലാസ്സുകാരുടെ കുഞ്ഞു മനസ്സ് അങ്ങനെ വിശ്വസിച്ചു. പിന്നീട് എൻ്റെ വിഷമങ്ങളും സംശയങ്ങൾക്കും ഒക്കെ മറുപടി കത്തുകളായി എനിക്ക് ലഭിച്ചു. എൻ്റെ ചോദ്യങ്ങളും കൊച്ചു കൊച്ചു അഭിപ്രായങ്ങളും ഒക്കെ കല്ലറയിൽ പപ്പയോട് പറയാൻ തുടങ്ങി. അതിനെല്ലാം മറുപടിയായി പിറ്റേന്ന് എഴുത്തുകൾ കിട്ടാൻ തുടങ്ങി. പപ്പ മറുപടി തരുന്ന തന്നെ ഞാൻ വിശ്വസിച്ചു. പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടാൻ തുടങ്ങി, ചോക്ലേറ്റ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ചെല്ലുമ്പോൾ കല്ലറയിൽ നിന്ന് കിട്ടും. കുറേ കാലം അങ്ങനെ തുടർന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് അങ്ങനെ ഇരിക്കെ 10ൽ പഠിക്കുമ്പോൾ ഒരു കത്ത് വന്നു കല്ലറയിൽ. ഞാൻ തന്നെ പപ്പയല്ല, അത് തനിക്കും അറിയാം. എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളാണിപ്പോൾ താൻ. സത്യത്തിൽ പ്രണയമാണോന്ന് പോലും സംശയമുണ്ട്. എന്താണ്, തനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമോ? എന്നോട് പ്രണയം തോന്നി തുടങ്ങിയെന്നായിരുന്നു ആ കത്തിൽ. അതിന് എന്ത് മറുപടിയെന്ന് ഓർത്തു. ഒരു മറുപടിയും കിട്ടിയില്ല. അതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സോഫി ചേച്ചിയായിരുന്നു. ചേച്ചിയുടെ അഭിപ്രായം തിരക്കി. അങ്ങനെയൊന്നും വേണ്ടെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ വേദന തോന്നി. ഇനി കത്തെഴുതരുതെന്നും വിലക്കി. പിന്നീട് ബൈബിൾ തുറന്നു നോക്കി. അതിൽ നിന്ന് ലഭിച്ച വചനം മനസ്സ് നിറച്ചിരുന്നു. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. അത് കണ്ടതും ഇഷ്ടമാണെന്ന് എഴുതി. താൻ ആഗ്രഹിച്ചതായിരുന്നു ആ വചനത്തിൽ. പിന്നീട് കത്തുകളിൽ പ്രണയം നിറഞ്ഞു. അക്ഷരങ്ങളിലൂടെ പ്രണയം വേരിറങ്ങി. പിന്നീട് എഴുതുന്ന ആള് എന്ന് പപ്പാന്ന് എഴുതിയിട്ടില്ല. പകരം പ്രിയപ്പെട്ട ഒരാളെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആളെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഒരിക്കൽ മുന്നിൽ വരാമെന്ന മറുപടിയിൽ ആള് മറുപടി ഒതുക്കി. കുറേ പ്രാവശ്യം ഒളിച്ചിരുന്ന് കാണാൻ ശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടു. പിന്നെ മനഃപൂർവ്വം ആ ശ്രമം ഉപേക്ഷിച്ചു. കണ്ടില്ലെങ്കിലും നേരിൽ സംസാരിച്ചില്ലെങ്കിലും ആൾ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. എനിക്ക് ആളെ കാണണ്ട. ആൾ എങ്ങനെ ഇരുന്നാലും എനിക്കിഷ്ടമായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ മുതൽ പപ്പയുടെ അടുത്ത് പോകാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നതും പഠിച്ചതും ഒക്കെ. പക്ഷെ എല്ലാ വർഷവും ഹോസ്റ്റലിൽ എന്നെ തേടി ഒരു ക്രിസ്മസ് കാർഡും ബർത്ത്ഡേ കാർഡും വരും. ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊറിയറിൽ. ഒരു കാലം വരും തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയട്ടെ എന്ന് മാത്രമേ കത്തിലുണ്ടാവൂ. പിന്നീട് കുറേ നാൾ കാർഡും കത്തും ഒന്നും വന്നില്ല. ഭയങ്കര വിഷമായിരുന്നു ആ സമയത്ത്. മരിച്ചു പോയാൽ മതിയെന്ന് തോന്നി. പിന്നെ ഓർത്തു ആളെന്നെ മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. എന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കും. MCOM പഠിക്കുമ്പോഴാണ് സത്യ പിന്നാലെ വരുന്നത്. എനിക്കിഷ്ടമായിരുന്നില്ല. കുറേ പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞു ഇഷ്ടമായിരുന്നില്ല എന്ന്. പക്ഷെ സത്യ കേട്ടില്ല. പിന്നെയും പുറകെ വന്നു. ഒരു ദിവസം പോയി ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ദിവസം സത്യ വന്നില്ല. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ ഒരു കത്ത് വന്നു. ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പിന്നാലെ വന്നത്.
ബുദ്ധിമുട്ടായെങ്കിൽ മാപ്പ്. ഒരിക്കലും പറയാതെ വെച്ചൊരു പഴയ ഇഷ്ടമുണ്ട് മനസ്സിൽ. കത്തുകളിൽ മാത്രം പറഞ്ഞൊരിഷ്ടം. ഞെട്ടിപ്പോയി ഞാൻ. പിറ്റേന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ഇന്നലെ കത്ത് കിട്ടിയൊന്ന് സത്യ ചോദിച്ചു. അപ്പം എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കത്തയച്ച ആളെ. അത് സത്യമാണെന്ന് അറിഞ്ഞ നിമിഷം സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിന്നീട് ആ പ്രണയം വളർന്നു. അവസാനം ജീവൻ എന്നെ കാണാമെന്ന നിമിഷം പോലും ഞാൻ മനസ്സിൽ വിചാരിച്ചത് എനിക്ക് സത്യം നഷ്ടപ്പെടില്ലെന്നാണ്. അമ്മ കൂടി സമ്മതിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു, സത്യയോടൊപ്പമുള്ള ജീവിതം. അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ അടർന്നുകൊണ്ടേയിരുന്നു. ജീവൻ അവളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ അവളെ തന്നെ നോക്കി നിന്നു. തുടരും. ഫുള്ളി കഥ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണല്ലേ, എനിക്കറിയാം. ഇതിച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് പോകുന്ന ടൈപ്പിലുള്ളൊരു കഥയാണ് കേട്ടോ. കാരണം ഇത് ഞാൻ എഴുതുന്ന സമയത്ത് ഒരു 2 ട്വിസ്റ്റൊക്കെ ഇതിലുണ്ട്. 2-3 ട്വിസ്റ്റൊക്കെ ഉള്ളൊരു കഥയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥിരം പാറ്റേണിലുള്ളൊരു സൈലൻറ്റ് നദി പോലെ പോകുന്നൊരു കഥയല്ല കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. ഇതൊരു വെറൈറ്റി രീതിയിൽ എഴുതിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.